ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാദമി. ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ SCRT സീരീസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ടെലഗ്രാമിൽ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിന് പുറം എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലൂടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്നുണ്ട്. BBRന്റെ ക്ലാസ് എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസും ആദ്യമായിട്ട് നമ്മളെ ചാനലിനെ പറ്റി അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൈവ് ക്ലാസ് ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിടുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. ഒരു ദിവസം നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് ഒരു ലൈവ് ഉണ്ട് SCRTന്റെ. അതിലെ കറന്റ് അഫയേഴ്സിന്റെ ലൈവ് ഉണ്ട്. പിന്നെ രാത്രി ഒരുപാട് ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ പറയാം. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോശം എന്നുള്ള ടോപ്പിക്കിലെ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ഏതാണ് ചാപ്റ്റർ? 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം കോശം എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിരിക്കണം. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും അതേപോലെ PSC പഠിക്കുന്നവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവും. കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ഫസ്റ്റ് എന്താണ്? ഇത് ചെറിയ കുഞ്ഞുമക്കൾക്ക് വായിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു ടീച്ചർ വരുന്നുണ്ട്, കൈക്കിൾ എന്തൊക്കെയുണ്ട്, മൈക്രോസ്കോപ്പും കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് വേണ്ട അല്ലെ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അവരെന്താണ് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിരിക്കണം. അതായത് ഏതൊക്കെയാണ് ഭാഗം, ഒരു മൈക്രോസ്കോപ്പിലൂടെ ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാനുണ്ടല്ലേ അവിടെ. അത് കുഞ്ഞുമക്കൾക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ പൂരിപ്പിച്ചേ പറ്റൂ. നമുക്ക് ഫില്ല് ചെയ്യണം. നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെ ഭാഗങ്ങളാണെന്ന്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. ഞാന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. സ്ക്രീൻ ഒന്ന് വലുതാക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഫസ്റ്റ് ഭാഗം ഇതെന്താണ്? ഈ ഒരു ഫസ്റ്റ് ഭാഗത്തിലൂടെയാണ് നമ്മളെ കണ്ണ് വെച്ചിട്ട് നോക്കുന്ന ഭാഗമാണ് അത്. അപ്പൊ അതിനെന്ത് പറയും? കണ്ണ് വെച്ചിട്ടല്ലേ നോക്കുന്നത്. അപ്പൊ നമ്മളൊരു പീസിനെയാണ് നോക്കുന്നത്. എല്ലാം കൂടി വെക്കൂലല്ലേ. ഇവിടെ എന്ത് ചെയ്യും, ഒരു പീസ് വെക്കും. അപ്പൊ എന്താണ്, കണ്ണ് വെച്ചിട്ട് പീസിനെ നോക്കുക. അപ്പൊ എന്ത് വിളിക്കും? ഐ പീസ്. സെറ്റ് അല്ലേ. ഇനി എന്തിനാണ് പേടിക്കുന്നത്? അപ്പൊ ഇതെന്താണ്? ഐ പീസ് ആണ്. PSC ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ. ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചു പോവാ. പിന്നെ അടുത്തത് എന്താണ്? ഈ ഐ പീസ് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഭാഗമാണ് എന്ത്? നോബുകൾ. അതായത് നമുക്ക് ക്രമീകരിക്കാനുള്ളതാണ് കേട്ടോ നോബുകൾ. ഇതിന്റെ വലിപ്പം ക്രമീകരിക്കാൻ, അതായത് താഴ്ത്തണോ ഉയർത്തണോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നോബുകൾ. ഇതിന് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത്? നോബുകൾ. അപ്പൊ ഇതെന്താണ്? ഇത് ഐ പീസ് ആണ്. ഇത് ഐ പീസ്. ഇതെന്താണ്? നോബുകൾ. ഓർത്തിരിക്കണേ. പിന്നെ അടുത്തത് ഇതെന്താ? ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. 3 ഒബ്ജക്റ്റീവ് ലെൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതാണ് എന്ത്? ഒബ്ജക്റ്റീവ് ലെൻസ്. അതായത് നമുക്ക് വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടിയാണ് ഈ ഒരു ലെൻസ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ്. പിന്നെ ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കണ്ടല്ലോ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണെന്ത്? ഒബ്ജക്റ്റീവ് ലെൻസ്. ഓർത്തിരിക്കണേ. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ അതിന്റെ തൊട്ട് താഴെ ഉള്ളതാണ് എന്ത്? ഇതാണ് സ്റ്റേജ്. ഇതാണ് എന്ത്? സ്റ്റേജ്. ഇതാണല്ലോ, ഇത് വലിയൊരു സ്റ്റേജ് പോലെ കാണുന്നു നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് എന്ത്? സ്റ്റേജ്. ഈ സ്റ്റേജ് മേൽ എന്തുണ്ട്? ഈ സ്റ്റേജ് മേൽ ഒരു ക്ലിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ആ ഗ്ലാസിന്റെ ഉള്ളിലാണ് എന്ത് വെക്കുന്നത്? ഒരു കോശം വെക്കുന്നത്. അപ്പൊ ആ ഗ്ലാസ് പിടിച്ചു നിർത്താൻ വേണ്ടി അവിടെ എന്തുണ്ട്? 2 ക്ലിപ്പ് ഉണ്ട്. 2 സൈഡിൽ എന്തുണ്ട്? ക്ലിപ്പ് ഉണ്ട്. അപ്പൊ സ്റ്റേജും ക്ലിപ്പും എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ സ്റ്റേജിന്റെ തൊട്ട് താഴത്ത് എന്തുണ്ട്? ഒരു കണ്ടൻസർ ഉണ്ട്. എന്താണ്? കണ്ടൻസർ. അതായത് പ്രകാശം അതിലേക്ക് കടത്തിവിടാണ് ഈ ഗ്ലാസിന്റെ. അതായത് ഈ കണ്ടൻസറിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഹോൾ ഉണ്ടാവും. ആ ഹോള് ഈ സ്റ്റേജിന്റെ നടുവിലും ഒരു ഹോൾ ഉണ്ടാവും. അതിൽ തട്ടിട്ട് എന്ത് ചെയ്യും? ഗ്ലാസ്സിലേക്ക് പോകും. എന്നിട്ട് ഇവിടെ നിന്നുള്ള പ്രകാശം വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ഐ പീസിലൂടെ നമുക്ക് കാണാൻ പറ്റും. സെറ്റ് ആണല്ലോ. ഈ കണ്ടൻസറിന്റെ തൊട്ട് താഴെ എന്തുണ്ട്? മിറർ ഉണ്ട്. ഈ മിറർ എന്തിനാണ്? നമുക്ക് സൂര്യപ്രകാശത്തിനെ കേന്ദ്രീകരിച്ചിട്ട് ഈ കണ്ടൻസറിലേക്ക് കടത്തി വിടുന്ന ഭാഗമാണ് ഈ മിറർ. അങ്ങോട്ട് ഓർത്തിക്കുക. അപ്പൊ കണ്ടൻസറിന്റെ താഴെ കാണുന്ന ഈ വെള്ളം എന്താണ്? അതിന്റെ മിറർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ? ഇതാണ് എന്ത്? മിറർ. ഓക്കെ, അപ്പം ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിരിക്കുന്നു. ഐ പീസ്, നോബ്, പിന്നെന്താണ്? കണ്ടൻസർ ഇവിടെ ഉണ്ട്, സ്റ്റേജും ക്ലിപ്പും, പിന്നെന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസ്. സെറ്റ് അല്ലേ? ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ.
അപ്പൊ വസ്തുക്കളെ വലുതായി കാണാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. വസ്തുക്കൾ എന്താണ്, നമ്മൾ 5ാം ക്ലാസ് ചാപ്റ്റർ എടുത്തപ്പോ പറഞ്ഞു, വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടിയാണ് മൈക്രോസ്കോപ്പിന്റെ ധർമ്മം. ഇതെന്താണ്, ഈ മൈക്രോസ്കോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വലുതാക്കി കാണാൻ വേണ്ടി ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ എന്ത് വിളിക്കും നമ്മള്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് വിളിക്കും. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ എന്ത് വിളിക്കുക, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. അതായത് മൈക്രോസ്കോപ്പ് പല വിധത്തിലുണ്ട്, കോമ്പൗണ്ടും സിമ്പിൾ മൈക്രോസ്കോപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് കണ്ടോ, ഇവിടെ കാണുന്നില്ലേ, ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ എന്ത് വിളിക്കും, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് വിളിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ അടുത്തവിടെ പറയുന്നുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതായത് മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം. ഇനി നമുക്ക് പറയാനുള്ളത് മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണമാണ്. എങ്ങനെയാണ് ഈ മൈക്രോസ്കോപ്പിൽ പ്രകാശം എത്തുന്നത്, നമ്മൾ എങ്ങനെയാണ് വസ്തുവിനെ കാണുന്നത്, അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഈ സ്ലൈഡൊക്കെ നന്നായിട്ട് വായിക്കണേ, ഈ ഓരോ ബോക്സും അത്രയും ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചു നോക്കാം. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം, അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ മൈക്രോസ്കോപ്പ്. അപ്പൊ ഇവരെന്താ പറഞ്ഞത്, സ്റ്റേജിന് താഴെ ഇരിക്കുന്ന സ്റ്റേജ് പറയുമ്പോ ഇതാണല്ലോ, ഈ സ്റ്റേജിന് താഴെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേജിന് താഴെ ഉറപ്പിച്ചിരിക്കുന്ന ലോഹവളയത്തിന് എത്ര ഭാഗമുണ്ട്, ലോഹവളയത്തിന് 2 തലങ്ങളാണുള്ളത്. ഒന്നാമത്തെ തലം ഞാൻ ആ PDF ഒന്നും കൂടി കാണിച്ചപ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഒന്നാമത്തെ തലം, അതായത് ഇതാണ്, ഈ ഒരു ഭാഗമാണ് പറയുന്നത്. ഇതിലെ ഒന്നാമത്തെ തലം എന്താണ്, ഒന്നാമത്തേല് സമതല ദർപ്പണമുണ്ട്. ഒരു ഭാഗത്ത് ഇവിടെ എന്തുണ്ട്, സമതല ദർപ്പണവും, ഇതിന്റെ തൊട്ട് താഴെ എന്തുണ്ട്, കോൺകേവ് മിററും ഉണ്ട്. അപ്പൊ പ്ലെയിൻ മിററും ഉണ്ട്, സമതല ദർപ്പണം. പ്ലെയിൻ മിറർ മീൻസ് സമതല ദർപ്പണം അല്ലെ. പിന്നെ വേറെന്തുണ്ട്, വേറൊരു തലം കൂടി ഉണ്ട്, അതാണ് കോൺകേവ് ദർപ്പണം. ഇപ്പൊ ഈ സമതല ദർപ്പണം എന്താണ്, സൂര്യപ്രകാശത്തെ എന്ത് ചെയ്യാം, ഈ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാനാണ്. സൂര്യപ്രകാശത്തെ ക്യാച്ച് ചെയ്തിട്ട് അതിലേക്ക്, അതായത് ഇതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ സാധാരണ സയൻസ് പഠിച്ചവർക്കൊക്കെ അറിയാം, എന്ത് ചെയ്യും, ഈ ഒരു മിറർ ഉണ്ടല്ലോ, ഇതിങ്ങനെ തിരിക്കാനൊക്കെ പറ്റും. ഇതൊരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കാണ്. അപ്പൊ ഇത് തിരിക്കാനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഇതിങ്ങനെ ജനലിന്റെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനലിന്റെ അടുത്താണ് നിൽക്കുക, ജനൽവാതിലിന്റെ ഇങ്ങനെ സൂര്യനുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, ആ പ്രകാശം ഇതിലേക്ക് ഇങ്ങനെ ക്രമീകരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, കറക്റ്റ് കാണാൻ പറ്റും. ഇതുണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു പോയാൽ തന്നെ നമുക്കൊന്നും കാണാൻ പറ്റൂല. കാരണം എന്താണ്, ഇങ്ങനത്തെ കോശങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകാശം വേണം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈകൾ കൊണ്ട് ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിനെന്തുണ്ട്, 2 തലങ്ങൾ ഉണ്ട് എന്ന് അവര് പറഞ്ഞത്. ഒന്ന് നമുക്ക് ഈ ഒരു PDF ഒന്നും കൂടി വായിച്ചു നോക്കാം. കണ്ടില്ലേ, മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് കണ്ടോ, നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപദിക്കുന്നതിനുള്ളതാണ്. ഒരു ലോഹവളയത്തിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. എന്താണ്, ഒരു ലോഹവളയത്തിലാണ്. ഈ ഒരു ക്രമീകരണത്തിന് എന്തുണ്ട്, 2 തലങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് സൂര്യപ്രകാശം പ്രതിപദിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണം, അതായത് പ്ലെയിൻ മിറർ. പിന്നെ ഒരു കൃത്രിമ പ്രകാശം, ഇപ്പോ നമുക്ക് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ കൃത്രിമ പ്രകാശം വേണല്ലോ. അപ്പൊ അതിനുള്ള കൃത്രിമ പ്രകാശം പ്രതിപദിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണവും കോൺകേവ് മിററും എന്തുണ്ട്, ആ ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ആ ഒരു ക്രമീകരണത്തിലുണ്ട്. സെറ്റാണല്ലോ, ഈ ഭാഗം സെറ്റാണല്ലോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഈ സ്റ്റേജിന് തൊട്ട് താഴെ ഇതാണല്ലോ സ്റ്റേജ് ഏതാണൊക്കെ പറഞ്ഞു, ഇതാണ് സ്റ്റേജ്. ആ ഒരു സ്റ്റേജ് പോലൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ സ്റ്റേജിന് തൊട്ട് താഴെ ഏതാ, ഇതല്ലേ. അപ്പൊ ഇതെന്താണ്, ഇതൊരു ലോഹവളയത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്, സമതല ദർപ്പണം. രണ്ടാമത്തേത് ഇതിന്റെ തൊട്ട് ബാക്കിൽ എന്തുണ്ട്, കോൺകേവ് ദർപ്പണം ഉണ്ട്. സമതല ദർപ്പണം എന്ത് ചെയ്യും, നമ്മളെ സൂര്യേട്ടൻ ഇവിടെ നിൽക്കും. ഈ സൂര്യേട്ടനിൽ നിന്നും എന്ത് ചെയ്യും, പ്രകാശം സ്വീകരിച്ചിട്ട് ഈ ഒരു ഇതിലോട്ട് കൊടുക്കും. ഈ ഒരു കണ്ടൻസർ ഉണ്ടല്ലോ, അതിലേക്ക് കൊടുത്തിട്ട് ഈ സ്റ്റേജിന് ഉള്ളിലുള്ള ആ ഒരു ക്ലിപ്പിലേക്ക് വരും, ആ ഗ്ലാസ്സിലേക്ക് വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ നോബിലൂടെ നമുക്ക് കോശത്തെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അത് സെറ്റ് ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കണ്ടൻസർ ആണ്. എന്താണ് കണ്ടൻസർ എന്ന് പറയുന്നത്, കണ്ടോ, കണ്ടൻസർ എന്താണ്, അവര് പറയുന്നുണ്ട്, കണ്ടൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റേജിന്റെ അടിവശത്താണ് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ കണ്ടൻസറിൽ എന്തുണ്ട്, ലെൻസ് ഉണ്ട്. അപ്പൊ കണ്ടൻസറിലും ലെൻസ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. അപ്പൊ കണ്ടൻസറിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കണ്ടൻസർ. എന്താണ്, ഇതാണ് കണ്ടൻസർ. ഈ കണ്ടൻസർ എന്താണ്, ആ കണ്ടൻസറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. എന്താണ്, ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അതായത് ഇത് ഹോളാ,
ഇതെന്താണ്? ഫുള്ള് ഹോളാണ്. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നത്? ഡയഫ്രം. ഞാൻ വരച്ചിട്ടുള്ള മറ്റേ പൂ പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഡയഫ്രം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുരുക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. അപ്പൊ നമുക്ക് ഈ കണ്ടൻസർ തിരിക്കുന്നതിലൂടെ ഈ ഡയഫ്രം ചുരുങ്ങുകയും വലുതാവുകയും ചെയ്യും. അപ്പൊ ഈ കണ്ടൻസറിലുള്ള ഈ ഡയഫ്രത്തിന്റെ ഉള്ളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശം കേന്ദ്രീകരിക്കുന്നത് വസ്തുവിലേക്ക്. അതായത് ഇതിൽ പ്രകാശം തട്ടിയിട്ട് മുകളിലോട്ട് പോകും. എന്നിട്ട് കണ്ടൻസറിന്റെ ഉള്ളിലുള്ള ഡയഫ്രത്തിലൂടെ പോയിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഗ്ലാസ്സിൽ പതിക്കും. അങ്ങനെ നമുക്ക് നോബിലൂടെ എന്താ കാണാൻ പറ്റും? കോശങ്ങളെ കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് കണ്ടൻസർ. അപ്പൊ കണ്ടൻസറിൽ എന്തുണ്ട്? ലെൻസ് ഉണ്ട് എന്നാ അവര് പറയുന്നത്. എന്താണ്? കണ്ടൻസറിൽ ലെൻസ് ഉണ്ട്. തെറ്റാണല്ലോ. അപ്പൊ കണ്ടൻസർ എവിടെ ഉള്ളത്? നമ്മളെ സ്റ്റേജിന്റെ തൊട്ട് താഴെ, സ്റ്റേജിന്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിൽ എന്തുണ്ട്? ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. കണ്ടൻസറിൽ എന്തുണ്ട്? ഒരു ഡയഫ്രം എന്നൊരു ഭാഗമുണ്ട്. അതാണ് പ്രകാശ തീവ്രത. അതായത് ഞാൻ പറഞ്ഞു കണ്ടൻസറിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. അപ്പൊ ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതായത് വലുതാക്കാനും ചെറുതാക്കാം. നമുക്ക് കുറച്ച് പ്രകാശമാണെങ്കിൽ അത് ജസ്റ്റ് തിരിച്ചു കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഫുള്ള് ക്ലോസ് ആവും. ഇത് ഫുള്ള് ക്ലോസ് ചെയ്യാൻ ഒരു പ്രകാശം നമുക്ക് കാണൂല. ഇതൊന്ന് വെള്ളം ഓപ്പൺ ചെയ്താൽ മാത്രം എന്താ കാണാൻ പറ്റുള്ളൂ? നമുക്ക് പ്രകാശം അതിലേക്ക് വന്നിട്ട് നമുക്ക് വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ് അല്ല? ഇനിയാണ് ആവർത്തന ശേഷി. എന്താ ആവർത്തന ശേഷി നോക്കുക. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കണേ. മാഗ്നിഫിക്കേഷൻ പവർ ഒരു സൈഡിലെ കുഞ്ഞുമക്കളോട് ഇത് അധിക വായനക്കാണെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മളെ PSC മക്കൾക്ക് എന്താണ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ആവർത്തന ശേഷി, മാഗ്നിഫിക്കേഷൻ പവർ. എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ? അതായത് നമ്മൾ ഐപീസ് ഉണ്ടല്ലോ, ഐപീസിനെ വീണ്ടും ആ ചിത്രത്തിലേക്ക് പോവാണ്. ചിത്രത്തിലൂടെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഐപീസ് ഉണ്ടല്ലോ, ഐപീസ്, ഇതിൽ എന്തുണ്ടാവും? ഒരു ആവർത്തന ശേഷി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് അതിന്റെ ശക്തി എത്രത്തോളം വലുതാക്കി കാണാൻ പറ്റുന്നുള്ള ഒരു ശക്തി, ആവർത്തന ശേഷി അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതേപോലെ ഈ ഓരോ ഒബ്ജക്റ്റീവ് ലെൻസും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും, അതായത് ഈ ഐപീസിലും ഈ ഒബ്ജക്റ്റീവ് ലെൻസിലുള്ള അടയാളപ്പെടുത്തൽ ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പൊ 45 അല്ലെങ്കിൽ 75, അപ്പൊ ഇതില് 45ഉം ഇതിൽ 75ഉം ആണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ 45 × 75 ആണ് എന്ത്? ഇതിന്റെ ടോട്ടൽ, ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ പവർ. അതായത് എത്ര വലുപ്പത്തിൽ കാണാൻ പറ്റും എന്നുള്ളത്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഐപീസിൽ ഉള്ള അളവും അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസിലുള്ള ആവർത്തന ശേഷിയുടെ പവറും കൂടി എന്ത് ചെയ്യാ? ഇൻഡു ചെയ്താൽ, പ്രൊഡക്റ്റ് എടുത്താൽ കിട്ടുന്ന ടോട്ടൽ സം, അതായത് ഇൻഡു എടുത്താൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ എന്ത് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? നേരെ ഇതിലേക്ക് പോവാലോ. കണ്ടോ? ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി 10x 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐപീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാം. ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് എന്ത്? മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി. മനസ്സിലായല്ലോ? സെറ്റ് ആണല്ലോ? SCRT ബേസ്ഡ് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് ആ PDF വരെ കാണിച്ചു തരാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഇത്? കണ്ടില്ലേ? ഇതിങ്ങനെ കണ്ടില്ലേ? 45ഉം 10ഉം അത്രേ ഉള്ളൂ. ഈ 45 ഇവിടെ 10 ഇതാണ് കേട്ടോ. ഇതിന്റെ ഇതും അതേപോലെ എന്ത് ചെയ്യാ? ഐപീസിലുള്ള എണ്ണം കൂടി ഗുണിക്കുക. അപ്പം കിട്ടണാണ് എന്ത്? ആവർത്തന ശേഷി, ടോട്ടൽ ആവർത്തന ശേഷി. മൈക്രോസ്കോപ്പിന്റെ ഗുണനഫലം കണ്ടോ? മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി ഓർത്തിരിക്കണേ, ജസ്റ്റ് അറിഞ്ഞിരിക്കാനുള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് എങ്ങനെയാണ് സ്ലൈഡ് തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ല. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ജസ്റ്റ് പറയണോ നിങ്ങൾക്ക്? ഇനി ഒരു പിന്നെ ഇത് വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്ത് ചെയ്യുന്നത്? നമ്മളൊരു സെക്ഷൻ എടുക്കും. എന്താണ്? ഒരു ചെടി എടുക്കും. ആ ചെടിന്റെ എന്തെയും തിൻ സെക്ഷൻ എടുക്കും, ബ്ലേഡ് വെച്ചിട്ട്. ഇതൊക്കെ സയൻസിന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സയൻസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? ബ്ലേഡ് വെച്ചിട്ട് നമ്മള് തിൻ ഷീറ്റ് പോലെ എടുക്കും. എന്തെങ്കിലും ചെമ്പരത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഇതുണ്ടല്ലോ, നമ്മള് വെള്ളം ഇതാക്കുന്ന സ്ലൈറ്റിലൊക്കെ മായ്ക്കുന്ന മയത്തുള്ളിലേക്ക് വരുന്ന അതിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ എന്ത് ചെയ്യാ? ക്രോസ് സെക്ഷൻ എടുക്കുക. ക്രോസ് സെക്ഷൻ ആണെന്നാല് സർക്കുലാർ ഷേപ്പിൽ എന്ത് ചെയ്യാ? ഇങ്ങനെ ചെത്തി മാറ്റുക. അതിൽ ഏറ്റവും
തിന്നായിട്ടുള്ളത്, നമ്മൾ കട്ടിയിൽ മറ്റേ ഉപ്പേരിക്കറിയുന്ന പോലെ ഒന്നും അരിഞ്ഞിട്ട് കാര്യമില്ല. തിന്നായിട്ടുള്ളത് എന്ത് ചെയ്യും, വെള്ളത്തിൽ ഇട്ട് വെക്കും. ആ വെള്ളത്തിൽ നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റൂല കേട്ടോ. ബ്രഷ് എടുത്തിട്ട് എന്ത് ചെയ്യും, ആ വെള്ളത്തിൽ നിന്നും പിന്നെ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്യും. ഏറ്റവും ഒരുപാട് സെക്ഷൻ എടുക്കും, ഏതിലെങ്കിലും ഒന്ന് റെഡി ആയാലോ. എന്നിട്ട് എന്ത് ചെയ്യും, നാലാമത്തെ ഘട്ടത്തില് ആ വെള്ളത്തിൽ നിന്നും കറക്റ്റ് ഒന്നോ രണ്ടെണ്ണത്തിന്റെയും ആ സ്റ്റെയിനിലേക്ക്, നമ്മൾ ഏതാണ് മെഥിലിൻ ബ്ലൂ സ്റ്റെയിനിലേക്കോ അല്ലെങ്കിൽ സഫ്രാനിലേക്കോ എന്ത് ചെയ്യും, അതിലേക്ക് ഇട്ട് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് ഷീറ്റ് എടുക്കും. സ്ലൈഡ് ഷീറ്റ്, നിരീക്ഷണ വസ്തുവിനെ എന്ത് ചെയ്യും, ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഗ്ലിസറിനോ അല്ലെങ്കിൽ ഒരു തുള്ളി ജലമോ എന്തെങ്കിലും ഒറ്റിച്ചു കൊടുക്കും. എന്താണ്, എന്താവാതിരിക്കാൻ വേണ്ടിയാണ്, ഉണങ്ങിപ്പോവാൻ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ആ സസ്യങ്ങളെ കാണാൻ പറ്റൂല, അതായത് ആ കോശങ്ങളെ കാണാൻ പറ്റൂല. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണേ. അതുകൊണ്ടാണ് ഗ്ലിസറിൻ അവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് അതിലെന്ത് ചെയ്യും, ഗ്ലിസറിൻ ഒരു തുള്ളി ഒറ്റിക്കും. അതായത് ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് ആണ്, ഈ ഗ്ലാസിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, ഗ്ലിസറിൻ ഒറ്റിക്കും. ഈ ഗ്ലാസ് ഇതിലേക്ക് എന്ത് ചെയ്യും, ഒരു തുള്ളി ഗ്ലിസറിന്. എന്നിട്ട് ആ ഗ്ലിസറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, വെള്ള ആ ഒരു സ്ലൈഡ്, നമ്മൾ ആ മറ്റേ സഫ്രാനിൽ മുക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മെഥിലിൻ ബ്ലൂ സ്റ്റെയിനിൽ മുക്കി വെച്ചിട്ടുള്ള ആ ഒരു പിന്നെ പീസ്, അതായത് ആ ക്രോസ് സെക്ഷൻ ഓഫ് ആ ലീഫിന്റെയോ ഏതിന്റെയാണോ എടുത്തിട്ടുള്ളത്, അതെന്ത് ചെയ്യാ, അതിലേക്ക് വെള്ളം വെച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, വായു കടക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഇങ്ങോട്ട്, അതായത് അതിന് മുകളിൽ ഒരു ചെറിയൊരു ഗ്ലാസ് ഷീറ്റ് വെച്ച് കൊടുക്കണം. സെറ്റാണോ ഗ്ലാസ് ഷീറ്റ് വെച്ച് കൊടുക്കണം. അപ്പൊ ഒരു കവർ ഗ്ലാസ് എന്നാണ് പറയാം. അതാണ് ഈ ലാസ്റ്റത്തെ 8ാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ആ ഒരു കവർ ഗ്ലാസ് കൊടുക്കുന്നതാണ്. അധികമുള്ള ഗ്ലിസറിൻ എന്ത് ചെയ്യാ, ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, മൈക്രോസ്കോപ്പിൽ ഒക്കെ കാണാം, അത്രേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇനി അഥവാ ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ അടുത്തത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം, കോശത്തെ കണ്ടെത്താണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാണ്, കോശത്തെ കണ്ടെത്താൻ പോവാണ്. ആരാണ് കോശത്തെ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ട് ഉള്ളത്, നമ്മൾ റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഇത്, മൈക്രോഗ്രാഫിയ. കോശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഇത്, മൈക്രോഗ്രാഫിയ. ഓർത്തിരിക്കണം, റോബർട്ട് ഹുക്കിന്റെ കൃതിയാണ് ഇത്, മൈക്രോഗ്രാഫിയ. ഓർത്തിരിക്കണേ. അപ്പൊ കോശത്തെ കണ്ടെത്താൻ പോവാണ്. ആരാ കണ്ടെത്തണേ, നമ്മളെ റോബർട്ട് ഹുക്ക് വന്നിട്ട് നമ്മളെ കോശത്തെ കണ്ടെത്താണ്. ലളിതമായ ഒരു മൈക്രോസ്കോപ്പ്, അതായത് ഒരുപാട് ലെൻസ് ഇല്ലാത്ത ലളിതമായ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ സഹായത്തിൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്, റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്, റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. സെറ്റ് ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, കാണുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്, കോർക്കിന്റെ ഉണ്ടല്ലോ, കോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സസ്യത്തിന്റെ കോർക്കിന്റെ എന്ത് ചെയ്തു, ചേതെടുത്തു. ചേതം പറഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. അപ്പൊ എന്തിനാണ്, കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തു, കുഞ്ഞറകൾ അദ്ദേഹത്തിന് കാണാൻ പറ്റി. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. അപ്പൊ എന്ത് പറ്റി, കുഞ്ഞറകൾ കാണാൻ പറ്റി. അദ്ദേഹം അന്ന് കണ്ടിട്ടുള്ള അറയാണ് നമുക്ക് കാണിച്ചു തന്നിട്ട്, കണ്ടില്ലേ, കുഞ്ഞറകള്. അപ്പൊ ഇതിന് അദ്ദേഹം എന്ത് വിളിച്ചു, സെല്ല് എന്ന് വിളിച്ചു. സെല്ല് എന്ന് വിളിച്ചു. അപ്പൊ ഈ കുഞ്ഞറകൾ എന്ത് വിളിച്ചു, അദ്ദേഹം സെൽ എന്ന് വിളിച്ചു. അപ്പൊ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് ഒരു കോശത്തെ നിരീക്ഷിച്ചിട്ടുള്ളത്, ഓർത്തിരിക്കണം. അപ്പൊ എന്നാണ്, 1665 കേട്ടോ. 1665 സെറ്റാണല്ലോ. പിന്നെ ഇതിലുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. റോബർട്ട് ബ്രൗണിന്റെ ഒക്കെ ഇത് 8th ക്ലിയർ അല്ല, ജസ്റ്റ് ഞാൻ വായിച്ചു തരാം കേട്ടോ. നമ്മൾ ഡോട്ട് സ്കാനറിൽ ഓപ്പൺ ചെയ്തിട്ടാണ് അങ്ങനെ വരാൻ കാരണം. ഓക്കെ, അത് പ്രശ്നമല്ല, സെറ്റാണല്ലോ. അപ്പൊ ഇത് നോക്കുക, എന്താണ്, റോബർട്ട് ഹുക്കാണ് കോശത്തെ കണ്ടുപിടിച്ചിട്ടുള്ളത്. റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ചിട്ടുള്ള കോശത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ എന്തിട്ടുണ്ട്, തൊട്ട് താഴെ നമ്മളെ ഒരു ബോക്സിൽ നമ്മളെ ഗാന്ധിജി നോക്കുന്നുണ്ട്. അങ്ങോട്ട് ഒന്ന് വായിച്ചു നോക്കണം. മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഗാന്ധിജി. ഇതിന് എന്ത് ക്വസ്റ്റ്യൻ വരാം, എവിടെ വെച്ചിട്ടാണ് മൈക്രോസ്കോപ്പിലൂടെ ഗാന്ധിജി രോഗാണുക്കളെ നിരീക്ഷിച്ചതെന്ന ക്വസ്റ്റ്യൻ എന്ത് പെട്ടുപോലെ. അപ്പൊ എന്ത് ഓർത്തിരിക്കുക, സേവാഗ്രാം ആശ്രമത്തിൽ വെച്ചിട്ട് 1940 എന്ത് ചെയ്തിട്ടുള്ളത്, മൈക്രോസ്കോപ്പിലൂടെ രോഗാണുവിനെ ആര് നിരീക്ഷിച്ചിട്ടുള്ളത്, ഗാന്ധിജി നിരീക്ഷിച്ചിട്ടുള്ളത്. എവിടെ വെച്ചിട്ടാണ്, സേവാഗ്രാം ആശ്രമം 1940. ജസ്റ്റ് നോർത്തിരിക്കുക.
സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മെ പ്രാപ്തരാക്കിയത് മൈക്രോസ്കോപ്പുകളുടെ കണ്ടെത്തലുകളാണ്. സത്യാണല്ലോ, ചെറിയ കുഞ്ഞു ജീവികളൊക്കെ കാണാനൊക്കെ, അതായത് സൂക്ഷ്മജീവികളെ കാണാനും അവയെ കുറിച്ച് പഠിക്കാനൊക്കെ മൈക്രോസ്കോപ്പ് ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഹാൻഡ് ലെൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റൂല. ജസ്റ്റ് ജീവികളെ കാണാൻ പറ്റും, പക്ഷെ നമുക്ക് സൂക്ഷ്മ ജീവികളൊന്നും കാണാൻ പറ്റൂല. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ ചികിത്സാ രംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ലോകത്തെ ഭീതിയിലാക്കിയിട്ടുള്ള രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞത് കാഴ്ചയുടെ പരിമിതികൾ മറികടക്കാനാവുന്ന ഇത്തരം ഉപകരണങ്ങളുടെ സംവിധാനത്തോടെയാണ്. അതായത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു, അതിനുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ഈ ഒരു മൈക്രോസ്കോപ്പ് വന്നതിലൂടെയാണ്. ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ കണ്ടില്ലേ, കോശവിജ്ഞാനീയം. എന്താണ് കോശവിജ്ഞാനീയം? ഇമ്പോർട്ടന്റ് ആണ്. കോശവിജ്ഞാനി എന്താണ്? അവിടെ പറയുന്നുണ്ട് കോശവിജ്ഞാനി എന്താണെന്ന്. ഇന്നെന്താണ് ഒരുപാട് ആദ്യത്തെ പോലെ ഒന്നല്ല, ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബൃഹത്തായിട്ടുള്ള ശാസ്ത്രശാഖയാണ് എന്ത്, കോശപഠനം. അതായത് ദിവസം കൂടെ എന്ത് ചെയ്യാണ്, ഈ കോശത്തെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇന്ന് സത്വരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശപഠനം. ഇതാണ് കോശവിജ്ഞാനീയം, അതായത് സെൽ ബയോളജി എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് കോശവിജ്ഞാനം? അതായത് കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, കോശവിജ്ഞാനം. അതിങ്ങനെ ഓരോ ദിവസം കൂടെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്, അത്രേ അവിടെ പറയുന്നുള്ളൂ. അപ്പൊ കോശവിജ്ഞാനി എന്താണ്? സ്വതരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശപഠനം. ഇത് കോശവിജ്ഞാനം എന്നറിയപ്പെടുന്നു. കോശവിജ്ഞാനത്തിന് അടിത്തറ പാകിയ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടന്നത് 19ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്നാണ് കോശവിജ്ഞാനത്തിന്റെ കണ്ടെത്തലുകൾ അടിത്തറ പാകിയതെന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളാണ്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നടന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. CRT കൊടുത്തിട്ടുള്ള പോയിന്റ് അല്ലേ. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കണ്ടുപിടിച്ചെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു PDF നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ചിലത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ വലുതാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇത് ഇങ്ങനെ ഡോട്ട് സ്കാനറിൽ വഴി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ്. ഇപ്പൊ റോബർട്ട് ബ്രൗണിനെ ഞങ്ങൾ കണ്ടല്ലോ. റോബർട്ട് ബ്രൗൺ എന്താ കണ്ടെത്തിയിട്ടുള്ളത്? ഞാൻ അത്യാവശ്യം നന്നായിട്ട് വലുതാക്കിയിട്ടുണ്ട്. റോബർട്ട് ബ്രൗൺ ആണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? കോശ കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇപ്പൊ ബ്രൗണ് കേന്ദ്രം, ബ്രൗണ് സെന്റർ ഒക്കെ ഒരേ പ്രൊനൗൺസിയേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. റോബർട്ട് ബ്രൗൺ എന്ത് ചെയ്തു? നമ്മളെ കോശം ഉണ്ടായിരുന്നു, ആ കോശത്തിന് എന്തുണ്ട്? ഒരു മർമ്മമുണ്ട്, ഒരു സെന്റർ ഉണ്ട്. അത് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. എന്നിട്ട് അദ്ദേഹം എന്ത് വിളിച്ചു? റോബർട്ട് ബ്രൗണ് ആ ഒരു സെന്ററിന് എന്ത് വിളിച്ചു? വെറുതെ ഒരു പേരിട്ടു. എന്താണ്? ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ റോബർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. അതിനെന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. സെറ്റ് അല്ലേ? സെറ്റാണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്നാണ് നമ്മളെ റോബർട്ട് ബ്രൗണിനെ കണ്ടല്ലോ നിങ്ങള്? നല്ല താടിയും മുടിയൊക്കെ നരച്ചിട്ടുള്ള ഒരാളാണ് അല്ലെ. അപ്പൊ 1831 എന്ത് ചെയ്തിട്ടുള്ളത്? 1831 റോബർട്ട് ബ്രൗണ് കോശ കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. എങ്ങനെ ഓർത്തിരിക്കുക? കേന്ദ്രം എന്നല്ല എഴുതുന്നേ. അപ്പൊ ഈ കേന്ദ്രത്തിന്റെ ഇതാണ്ടല്ലോ, ഇതെങ്ങനെയാണ്? 3 പോലെ ഇല്ലേ? അപ്പൊ എന്തോർത്തിരിക്ക? ഈ മൂന്നിന് എന്ത് ചെയ്യാ? ഇങ്ങനെ ഇട്ടൊന്ന് കൊടുക്കുക. അപ്പൊ എന്തായി? 1800, പിന്നെ ഈ 3 എന്നുള്ളത് 3ഉം 1831. അപ്പൊ ഒരൊറ്റ ന്യൂക്ലിയസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ്? 1831 കിട്ടുമല്ലോ, മാർക്കൂടല്ലോ. 1831 എന്ത് ചെയ്തിട്ടുള്ളത്? 1831 നമ്മളെ റോബർട്ട് ബ്രൗണ് കോശ കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. ഓർത്തിരിക്കണേ. സെറ്റ് ആണല്ലോ, സെറ്റാണ്, ക്ലിയർ ആണ്, ഒക്കെ പവർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് MJ ശ്ലീഡനെ കാണുന്നില്ലേ? MJ ശ്ലീഡന് അദ്ദേഹം എന്താണ്? കുറെ മുടിയും താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ MJ ശ്ലീഡൻ എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? സസ്യങ്ങളുണ്ടല്ലോ, നമ്മളെ പ്ലാന്റ്സ്, ചെമ്പരത്തി, പേരക്ക, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടല്ലോ. ഈ പ്ലാന്റ്സ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ആരാ? MJ ശ്ലീഡനാണ്. അപ്പൊ സസ്യശ്ലീഡൻ ഓർത്തിരിക്കുക. പിന്നെ ശ്ലീഡൻ എന്നൊക്കെ നമുക്ക് ചീഞ്ഞത് എന്നൊക്കെ ഓർമ്മ വരുന്നില്ലേ? അപ്പൊ സസ്യങ്ങളൊക്കെ അല്ലെ പെട്ടെന്ന് ചീഞ്ഞു പോവാ.
ശ്ലേഡമായിട്ടുള്ള എന്നൊക്കെ പറയുമ്പോൾ ചീഞ്ഞിട്ടുള്ള, അങ്ങനെ ഓർത്തിരിക്കാലോ. അപ്പൊ MJ Schleiden ആണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് കണ്ടുപിടിച്ചത് ആരാണ്? MJ Schleiden ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ അത് ഏതാ വർഷം? 1838 അപ്പൊ 1831 നമ്മളെ റോബർട്ട് ബ്രൗൺ ഇത് കണ്ടെത്തി. അതിലേക്ക് ഒരു 7 വർഷം കൂട്ടിയാൽ 1838 അപ്പൊ ആണ് ഓർത്തിരിക്കാലോ. അപ്പൊ എന്തൊക്കെ ഓർത്തിരിക്കുന്നത്? 1831 നമുക്ക് കിട്ടും, സെന്റർ കിട്ടും. പിന്നെ ഈ 831 ഒരു 7 കൂട്ടിയാൽ 838. അപ്പൊ MJ Schleiden എന്ത് ചെയ്തു? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് 1838 കണ്ടെത്തി. സെറ്റ് ആണല്ലോ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ Schleiden ആണ്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് തിയോഡർ ഷാൻ. തിയോഡർ ഷാൻ നല്ല ലുക്കിലാണ് നിൽക്കുന്നത്. തിയോഡർ ഷ്വാൻ. ഈ ഷ്വാനെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരും? മനുഷ്യ ശരീരത്തിലുള്ള നമ്മുടെ ന്യൂറോൺസിനെ പൊതിഞ്ഞിരിക്കുന്ന ഷ്വാൻ കോശങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ. ആക്സോണിനൊക്കെ പൊതിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് തിയോഡർ എന്നൊക്കെ പറയുമ്പോൾ ഈ തീയൊക്കെ കൂടുതൽ ആരുപയോഗിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ തിയോഡർ ഷ്വാൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അതായത് ജന്തുക്കളും നമ്മളൊക്കെ എന്താണ്? കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ്. മനസ്സിലായല്ലോ. തീ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമുക്ക് മനുഷ്യന് ഓർമ്മ വരും. പിന്നെ ഷ്വാൻ എന്ന് പറയുമ്പോഴും മനുഷ്യന് ഓർമ്മ വരും. നമുക്ക് പഠിക്കാനിട്ട കോഡ് പോലെ അല്ലെ, നമുക്ക് പഠിക്കാൻ വേണ്ടി പേരിട്ട പോലെ ഉണ്ടല്ലേ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ്. ഏതാണ് വർഷം? നമ്മൾ 1831 പറഞ്ഞു. 1831 റോബർട്ട് ബ്രൗൺ കേന്ദ്രം കണ്ടെത്തി. 1838 ആരാണ്? നമ്മളെ MJ Schleiden എന്ത് ചെയ്തു? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം കണ്ടെത്തി. ഇനി 8 എന്ത് ചെയ്യാ? 1 പ്ലസ് ചെയ്യാം. അപ്പൊ നിർത്തി 1839. 1839 എന്താണ്? തിയോഡർ ഷ്വാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ജന്തു ശരീരം. അപ്പൊ ജന്തുക്കളല്ലേ പ്രസവിക്കുക? ജസ്റ്റ് ഓർത്തിരിക്കുക. ജന്തുക്കളല്ലേ പ്രസവമൊക്കെ നടത്തുക. അപ്പൊ 1839 അങ്ങനെ ഓർത്തിരിക്കുക. ജന്തുക്കളാണല്ലോ പ്രസവിക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 9ാം മാസമല്ലേ പ്രസവിക്കുക? 10 മാസം തികയ്ക്കൂലല്ലോ. 9. ഓക്കെ, 3ന്റെ സ്ക്വയർ 9 ആണ്. ഓർത്തിരിക്കുക. 3ന്റെ സ്ക്വയർ ആണല്ലോ 9. അപ്പൊ 9ാം മാസം. അപ്പൊ 1839 തിയോഡർ ഷാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സെറ്റ് അല്ലേ? പവർ. ഓക്കെ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മളെ കണ്ണാടവാപ്പ് വരുന്നുണ്ട്. കണ്ണാടവാപ്പിന്റെ പേരെന്താണ്? റുഡോൾഫ് വൃഷോ ആണ്. എന്താണ്? റുഡോൾഫ് വൃഷോ എന്താ കണ്ടെത്തിയിട്ടുള്ളത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു കോശം, ആ കോശം എടുക്കാണ്. എന്നിട്ട് വേറൊരു കോശം എങ്ങനെ ഉണ്ടാവാ? ഇത് മുറിഞ്ഞിട്ടാണ് വേറൊരു കോശം ഉണ്ടാവാ. അതായത് ഇത് മുറിഞ്ഞിട്ട് എന്ത് ചെയ്യും? 2 കോശമാവും. അപ്പൊ വലുതായില്ലേ. പിന്നെ ഇത് മുറിയും. അപ്പൊ എന്താവും? 2 കോശം. ഇതും വേറെ 2 കോശവും, ഇതും വേറെ 2 കോശവും. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞേ? വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? വിഭജിക്കുന്ന കോശങ്ങളെയാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അപ്പൊ എന്താണ്? വിർഷോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഭജിക്കാന്ന് ഓർത്തൂടെ? റുഡോൾഫ് വൃഷോ വിഭജിക്ക. അങ്ങനെ ഓർത്തിരിക്കുക. വിഭജിക്കുന്ന കോശങ്ങളെ കണ്ടെത്തി നിരീക്ഷിച്ചത് ആരാ? റുഡോൾഫ് വൃഷോ. അദ്ദേഹം എന്ത് പറഞ്ഞു? നിലവിലുള്ള കാണുന്നില്ലേ? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായല്ലോ. നിലവിലൊരു കോശം ഉണ്ടെങ്കിൽ അത് മുറിഞ്ഞിട്ട് വേറെ കോശം ഉണ്ടാവുള്ളൂ. അപ്പൊ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ അടുത്തൊരു കോശം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മളെ റുഡോൾഫ് വൃഷോ ആണ്. നിലവിലുള്ള കോശങ്ങൾ മുറിഞ്ഞ് വിഭജിച്ചിട്ടാണ് അടുത്ത കോശങ്ങൾ ഉണ്ടാവുന്നത് പറഞ്ഞത് റുഡോൾഫ് വൃഷോ ആണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? 1858 1888 അങ്ങനെ ഓർത്തിരിക്കുക. 1800 നമ്മൾ പറയണേ. അപ്പൊ നിലവിലുള്ള കോശം. അപ്പൊ എന്താണ്? ഈ 8 ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കുക. ഇതിന് തൊട്ടതായി, അതായത് 38 എന്തായി? 58 ആണ്. ഓർത്തിരിക്കട്ടോ. എന്താണ്? MJ Schleiden കണ്ടുപിടിച്ച് പിന്നെന്താണ്? 1858 നമ്മൾ റുഡോൾഫ് വൃഷോ കണ്ടുപിടിച്ചു. അപ്പൊ 1838 1858 ഓർത്തിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ. ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് ഓർത്തിരിച്ച് തന്നു കിട്ടും. റുഡോൾഫ് 20 2 അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് 1838 20 വർഷം കേട്ടോ. 2 മീൻസ് 20 അങ്ങനെ ഉദ്ദേശിച്ചത്. 20 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റുഡോൾഫ് വൃഷോ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
അപ്പൊ റോബർട്ട് ബ്രൗൺ പറഞ്ഞു, MJ ഷ്ലീഡൻ പറഞ്ഞു, തിയോഡർ ഷാം പറഞ്ഞു, റുഡോൾഫ് വൃഷ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. ഇമ്പോർട്ടന്റ് ആണ് കോശ സിദ്ധാന്തം. എന്താണ് കോശ സിദ്ധാന്തം? കോശ സിദ്ധാന്തം ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. കോശ സിദ്ധാന്തത്തിന്റെ പിതാക്കന്മാരാരാണ്? ആരാണ് ഇതൊക്കെ ഇതാക്കിയിട്ടുള്ളത്, മുന്നോട്ട് വെച്ചത്? ആരാണ് ഇതിന്റെ പ്രമുഖ ആശയങ്ങൾ ആരൊക്കെ വെച്ചിട്ടുള്ളത്? ആരാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആരൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുതരാം. കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാലേ വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം. അതായത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി അല്ലെ, കോശത്തെ കുറിച്ചിട്ടുള്ള. എന്നിട്ട് ഈ വിവിധ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? കണ്ടെത്തലുകളൊക്കെ എടുത്തിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് MJ ഷ്ലീഡൻ ഉണ്ടല്ലോ, നമ്മളെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും എന്താണ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും, കാരണം എന്താ അവരെ രണ്ടാളും എടുക്കാൻ കാരണം എന്താ? വേറെ എല്ലാരും എടുത്തു തുടങ്ങിയോ? MJ ഷ്ലീഡൻ എന്ത് പിടിച്ചു? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും തിയോഡർ ഷ്വാനും മനുഷ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും, അതായത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും കണ്ടെത്തി. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജീവനുള്ള കോശങ്ങളും ജീവനുള്ള വസ്തുക്കളൊക്കെ എന്താണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തലോ. അപ്പൊ സസ്യവും ജന്തു നമുക്ക് എടുക്കണം, അതുകൊണ്ട് ഇവര് രണ്ടാളും എടുത്തേ. അപ്പൊ ഇവര് രണ്ടാളും ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള സിദ്ധാന്തമാണ് എന്ത്? കോശ സിദ്ധാന്തം. എന്നാണ് തിയോഡർ ഷ്വാനും MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. അതായത് സെൽ തിയറി, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സെൽ തിയറി. എന്താ ഇതിൽ പറയുന്നേ? ഈ സെൽ തിയറിയിൽ ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല. എല്ലാ ജീവശരീരം എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ പെട്ടു? ജന്തുക്കൾ പെട്ടു, പിന്നെ സസ്യങ്ങളും പെട്ടും. ജന്തുക്കളും പെട്ടു, പിന്നെ എന്ത് പെട്ടു? സസ്യങ്ങളും പെട്ടു. അപ്പൊ എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണെന്ന് ആര് പറഞ്ഞു? നമ്മളെ തിയോഡർ ഷ്വാനും MJ ഷ്ലീഡനും ഏതിലൂടെ പറഞ്ഞു? കോശ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞു. പിന്നെ അവരെന്താ പറഞ്ഞത്? ജീവികളുടെ ഘടനാപരവും, ഇമ്പോർട്ടന്റ് ആണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. അതായത് ഏറ്റവും ചെറിയ കണമാണ് ഏത്? കോശങ്ങൾ. കോശങ്ങൾ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ആരുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു. അപ്പൊ ജീവികളുടെ ഘടന, ജീവികൾക്ക് എന്ത് വേണം? ഘടന വേണം. അതായത് ജീവധർമ്മപരമാണ്. ജീവികളുടെ ഘടനപരവും ജീവധർമ്മപരവുമായിട്ടുള്ള, ഒന്നും ആലോചിക്കേണ്ട, അത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ത്? നമ്മളെ ജീവികൾക്ക് ജീവൻ നിലനിർത്താനും ജീവന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരുപാട് ധർമ്മങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഇതാക്കാനും ആര് വേണം? നമ്മളെ കോശങ്ങൾ വേണം. അപ്പൊ കോശങ്ങൾ എന്താണ്? അടിസ്ഥാന ഘടകങ്ങളാണ്. സെറ്റാണല്ലോ? സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഈ കോശങ്ങളിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് അറിയാത്തവരുണ്ടാവും. അതിലേക്ക് പോവാൻ. കണ്ടല്ലോ, കോശത്തിൽ എന്തുണ്ട്? ഒരുപാട് ജീവധർമ്മങ്ങൾ ഉണ്ട്. അതായത് കോശങ്ങൾ ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. കുഞ്ഞു കോശാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? വലിയ വലിയ പ്രവർത്തനം. കുഞ്ഞാളാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളാ പറയുന്നെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളെ കോശങ്ങൾ. എന്താണ്? കുഞ്ഞാളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? കോശത്തിലെ ഫസ്റ്റത്തെ ജീവധർമ്മമാണ് എന്ത്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. അതായത് ശരീരത്തിലേക്ക് കടക്കുന്ന, നമ്മളെ ശരീരത്തിലേക്ക് ആര് വരികയാണ്? ഒരുപാട് ആളുകൾ നമ്മളെ ശരീരത്തെ ആക്രമിക്കാൻ വരുമ്പോ ഈ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നത് ആരാ? കോശമാണ്. കോശത്തിലുള്ള വസ്തുക്കളാണ്. കോശത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും, നമ്മള് കൂടുതൽ പഠിക്കും. അപ്പൊ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നത് ആരാണ്? കോശമാണ്. സെറ്റാണല്ലോ? കോശമാണ് എന്ത് ചെയ്യുന്നത്? കോശമാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നത്. അടുത്തത് എന്താ? അടുത്ത ധർമ്മമാണ് പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുക. എന്താണ്? പോഷകങ്ങളിൽ നിന്നും. നമ്മൾ എന്തുണ്ട്? നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ എന്തിനാ നമ്മൾ കഴിക്കുന്നത്? ഊർജം കിട്ടാൻ വേണ്ടിയല്ലേ, നമുക്കൊരു ശക്തി ഉണ്ടാവാനല്ലേ. അപ്പൊ ഈ പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രം, അതായത് ആ ഊർജത്തെ സ്വതന്ത്രമാക്കിയിട്ട് നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഈ ഊർജത്തെ സ്വതന്ത്രമാക്കുന്നത് ആരാ? ഊർജത്തെ സ്വതന്ത്രമാക്കുന്നതും കോശങ്ങളാണ്. ഓക്കെ, സെറ്റ്. അതേപോലെ ജൈവ തന്മാത്രകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നത് ആരാ? ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നതും നമ്മളെ കോശമാണ്. ഓർത്തിരിക്കണം, കോശമാണ്. അപ്പൊ കോശത്തിന്റെ ജീവധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കൂടെ പഠിച്ചു പോവാ. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇത്രയും സെറ്റാണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗം നോക്കൂ. ഈ ധർമ്മങ്ങളെല്ലാം നിറവേറ്റാൻ തക്കവണ്ണം സങ്കീർണമാണ് നമ്മുടെ കോശത്തിന്റെ ഘടന. അതായത് ഇത്രയും വലിയ കാര്യങ്ങൾ, അന്യവസ്തുക്കളൊക്കെ പ്രതിരോധിക്കുക, അതേപോലെ എന്താണ്? പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുക, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക. അപ്പൊ ഇതിനൊക്കെ ആരൊക്കെ വേണം? ആ കോശത്തിനുള്ളിൽ അതിൻ്റെതായിട്ടുള്ള ആളുകൾ വേണമല്ലോ. അപ്പൊ എന്താണ്? അത്രയും വലിയൊരു ഘടനയാണ്. കാണാനൊന്നും ഇല്ലെങ്കിലും അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള ഘടനയാണ് നമ്മൾ ഓരോ കോശത്തിനുള്ളത്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ?
അപ്പൊ എന്തൊക്കെയാണ് അതൊന്ന് പഠിച്ചാലോ? ഓക്കെ, ആദ്യത്താണ് എന്ത്? മർമ്മ. ഇതാണ് നമ്മൾ എന്ത്? കോശം. ഇതെന്താണ്? ഇത് സസ്യകോശമാണ്. കണ്ടല്ലോ, ഭിത്തിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് സസ്യകോശാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ സസ്യകോശത്തിന്റെ ഓരോ ഭാഗവും ഈ സസ്യകോശത്തിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നേ കാണുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്. മർമ്മമുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മർമ്മമുണ്ട്. മർമ്മം പറഞ്ഞാൽ സെന്ററിനെ പറഞ്ഞാൽ സെന്ററിൽ തന്നെ ആവണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താണ്? മർമ്മമുണ്ട്. പിന്നെ കോശസ്തരമുണ്ട്. കോശസ്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉള്ളിലുള്ള ഒരു ആവരണം ഉണ്ടല്ലോ, ഉള്ളിലുള്ള ഈ ഉള്ളിലുള്ള ആവരണമാണ് എന്ത്? കോശസ്തരം. മനസ്സിലായല്ലോ? കോശസ്തരമുണ്ട്. പിന്നെ റൈബോസോം ഉണ്ട്. ഏതാണ്? റൈബോസോം ഉണ്ട്. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെന്താണ്? റൈബോസോം. പിന്നെന്തുണ്ട്? കോശദ്രവ്യമുണ്ട്. ഹരിതഗണമുണ്ട്. പിന്നെന്താ? ഗോൾജി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയോണ്, കോശഭിത്തി. ഇതൊക്കെ എന്താണൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിച്ചാലോ? ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ എങ്ങനെ പഠിക്കാം? നമുക്ക് ഓരോ ഭാഗം പറഞ്ഞു തന്നിട്ട് അതെങ്ങനെ പഠിക്കാന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഫുള്ള് കോഡാട്ടോ. അപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക. ഇപ്പൊ ജീവദ്രവ്യവും കോശദ്രവ്യവും എന്താന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ മൈറ്റോകോൺട്രിയയും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഇവിടെ ഒരു ബോക്സിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ കോശഭിത്തി, കോശസ്തരം, പ്ലാസ്മ സ്തരം. കോശസ്തരത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പ്ലാസ്മ സ്തരം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ വീണ്ടും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എന്തുണ്ട്? ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കോശസ്തരവും കോശഭിത്തിയും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എന്തൊക്കെ വരുന്നത്? ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മൾ കോശത്തിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. കോശത്തിലെ ഭാഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് ജീവദ്രവ്യവും കോശദ്രവ്യം. എന്താണ്? ജീവദ്രവ്യം, കോശദ്രവ്യം. ഇതെല്ലാവർക്കും എപ്പോഴും മാറുന്ന, പക്ഷെ ഇത് എപ്പോഴും ക്വസ്റ്റ്യന് വരുന്നതാണ്. അതുകൊണ്ട് ഇത് മാറിപ്പോവരുത്. എന്താണ് കറക്റ്റ് പറഞ്ഞുതരാം. നമ്മളെ കോശസ്തരം ഉണ്ടല്ലോ, കോശസ്തരം ഇവിടെ ഇതാണ്. ഈ കോശസ്തരം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ആവരണമാണ്. ഇതാണ് എന്ത്? കോശസ്തരം. മനസ്സിലായല്ലോ? അപ്പൊ ഈ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും? ജീവദ്രവ്യം, പ്രോട്ടോപ്ലാസം. എന്ത് പറയും? പ്രോട്ടോപ്ലാസം, ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയും. പ്രോട്ടോപ്ലാസം പഠിച്ചിരിക്കണേ, ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. അപ്പൊ എന്താണ്? കോശസ്തരം. അതിന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? മർമ്മമുണ്ട്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം അപ്പൊ ഈ കോശസ്തരത്തിന് ഉള്ളിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും കൂടി നമ്മൾ വിളിക്കുന്നതാണ് ജീവദ്രവ്യം. എങ്ങനെ ഓർത്തിരിക്കുക? ഈ കോശത്തിനുള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാവുമോന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചൂടെ? അതായത് ഈ കോശസ്തരത്തിനുള്ളിലാണല്ലോ മർമ്മം കാണുന്നത്. അപ്പൊ മർമ്മം ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് ആലോചിക്കുക. അപ്പൊ എന്ത് ഓർത്തിരിക്കാൻ പറ്റും? കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാ ഭാഗങ്ങളെയും കൂടി വിളിക്കുന്നതാണ് ജീവദ്രവ്യം. അപ്പൊ എന്താണ്? ഞാൻ പറഞ്ഞു ജീവൻ ഉണ്ടാവില്ല. അപ്പൊ ജീവൻ പോവുമല്ലേ? അപ്പൊ പോവും. ജീവദ്രവ്യം ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ജീവദ്രവ്യം ഇല്ലെങ്കിൽ എന്താണ്? നമുക്ക് പോക്കാണ് നമ്മളെ കാര്യം. അപ്പൊ എന്താണ്? പ്രോട്ടോപ്ലാസം ഓർത്തിരിക്കല്ലോ. പ്രോട്ടോപ്ലാസം. അപ്പൊ അതും സെറ്റായി. ഇനി അടുത്തതാണ് ഈ ജീവദ്രവ്യം ഉണ്ടല്ലോ. ഈ ജീവദ്രവ്യത്തിൽ ആരൊക്കെ ഉണ്ട്? നമ്മളെ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ ആരാണ് നമ്മളെ ന്യൂക്ലിയസ് ആട്ടത്? ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ജീവദ്രവ്യത്തില് മർമ്മം ഉണ്ടല്ലോ, ഈ മർമ്മത്തിനെടുക്കാതെ, മർമ്മം ഒഴികെയുള്ള എന്താണ്? ഈ മർമ്മത്തിന് നമ്മൾ എടുക്കൂല. മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് എന്ത്? കോശദ്രവ്യം. മനസ്സിലായോ? അതായത് മർമ്മം വേറെ തന്നെ, മർമ്മം സെന്റർ ആണല്ലോ, ആലോചിക്കുക. എന്താണ്? ജീവദ്രവ്യത്തിലുള്ള മർമ്മത്തെ എടുക്കാതെ ബാക്കിയുള്ള ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? കോശദ്രവ്യം എന്ന് വിളിക്കുന്നത്. സൈറ്റോപ്ലാസം, കോശം. അപ്പൊ സൈറ്റോളജി, കോശങ്ങളെ കുറിച്ചുള്ള പഠനം. മനസ്സിലായല്ലോ? കോശദ്രവ്യം എന്നാണ് സൈറ്റോപ്ലാസം. കോശദ്രവ്യം പറഞ്ഞാൽ എന്താണ്? കോശസ്തരത്തിന്റെ ഉള്ളിലുള്ള ഈ മർമ്മത്തെ ഒഴിച്ചുള്ള ഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്? നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ
കോശദ്രവ്യത്തിൽ തന്നെ എല്ലതും ഉണ്ട്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എവിടെ ഉണ്ട്? കോശദ്രവ്യത്തിലുണ്ട്. പിന്നെ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ, ഈ കോശദ്രവ്യം ഉണ്ടല്ലോ, അതായത് മർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററാ. അപ്പൊ മർമ്മത്തിന് നമ്മളിപ്പോ പറയുന്നില്ല. ഈ മർമ്മം അല്ലാത്ത ഭാഗമാണ് എന്ത്? മർമ്മം അല്ലാത്ത ഭാഗമാണ് എന്ത്? കോശദ്രവ്യം. അപ്പൊ ഈ കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുള്ള സവിശേഷ ഘടകങ്ങളാണ് എന്ത്? കോശാംഗങ്ങള്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ കോശാംഗങ്ങൾ എന്താണ്? കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാല് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങള്. സെൽ ഓർഗനൽസ് തെറ്റാണല്ലോ. ഇത് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ ജീവദ്രവ്യത്തിലല്ല, കോശദ്രവ്യത്തിൽ കാണുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങള്. പിന്നെ എന്തുണ്ട്? ഒരു മർമ്മം കൂടി ഉണ്ട്. മർമ്മം എന്താണ്? സെന്റർ ആണ്, ന്യൂക്ലിയസ് ആണ് മർമ്മം. ഓർത്തിരിക്കുക. ന്യൂക്ലിയസ് എവിടെ വരുന്നത്? ജീവദ്രവ്യത്തിലാ വരുന്നത്. കാരണം ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് ആലോചിക്കുക. അപ്പൊ ജീവദ്രവ്യം ആകുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാവും. ജീവദ്രവ്യം അല്ല, കോശദ്രവ്യം ആണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. അവന് ഓർത്തിരിക്കാലോ. സെറ്റ്. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോവാം. നമ്മൾ ഓരോ കോശത്തിന്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ അതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ള, അതേപോലെ നമ്മളെ കോശത്തിനുള്ളിലെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ആണ് ഇത് നമ്മളെ മൈറ്റോകോൺട്രിയോൺ. ഏതാണ്? മൈറ്റോകോൺട്രിയോൺ എന്താണ്? നമ്മൾ ഇതിന്റെ പവർ ഹൗസ് ആണ്. എന്താണ്? നമ്മളെ കോശത്തിനുള്ളിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. അപ്പൊ അതെന്താണ്? ഇമ്പോർട്ടന്റ് ആണ് പഠിക്കല്. അപ്പൊ എവിടെ ഈ കോശത്തിനുള്ളിൽ മൈറ്റോകോൺട്രിയോൺ വരുന്നേ? ഇതാണ് നമ്മളെ മൈറ്റോകോൺട്രിയോൺ. എവിടെയാണ്? കാണുന്നില്ലേ ഒരു ബോക്സ് പോലെ? ഇതാട്ടോ മൈറ്റോകോൺട്രിയോൺ. ഇതാണ് മൈറ്റോകോൺട്രിയോൺ. അപ്പൊ മൈറ്റോകോൺട്രിയോൺ കണ്ടല്ലോ. അപ്പൊ ഈ മൈറ്റോകോൺട്രിയോണിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. മൈറ്റോകോൺട്രിയോൺ എന്താണ്? കോശത്തിലെ ഊർജ നിലയം. എന്താണ്? ഊർജ നിലയം. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. അപ്പൊ എന്താണ്? പവർ ഹൗസ് മൈറ്റോകോൺട്രിയോൺ എന്താണ്? പവർ ഹൗസ്, ഊർജ നിലയം. കണ്ടോ, ഇതൊരു ബോക്സ് ആണല്ലോ. അപ്പൊ പവർ ഒക്കെ ബോക്സിലല്ല ഉണ്ടാവുക. പവർ ബോക്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പവർ ബോക്സ്, ഊർജം. നമ്മൾ പവർ ബോക്സ്, പവർ ബാങ്ക് ഉണ്ടോന്ന് ചോദിക്കൂലേ? അപ്പൊ എന്താണ്? ഇതൊരു ബോക്സ് പോലെയാണ്. അപ്പൊ ഇതെന്താണ്? മൈറ്റോകോൺട്രിയ. അപ്പൊ എന്താണ്? പവർ ഹൗസ്, പവർ ബോക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കോശത്തിലെ പവർ ഹൗസ്, ഊർജ നിലയം എന്നൊക്കെ അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. ഓക്കെ, സെറ്റാണ്. മൈറ്റോകോൺട്രിയോൺ കോശത്തിലെ ഊർജ നിലയം, ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജം സംഭരിച്ചും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്? ഊർജാവശ്യം കൂടുതലുള്ള കരള്. എവിടെ ഇത് കാണപ്പെടുന്നത്? ഊർജം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കരള്, തലച്ചോറ്, പേശികള്. കരള്, തലച്ചോറ്, പേശി എന്ന് പറയില്ല നമ്മള്. അപ്പൊ കരളിലും പേശിയിലും തലച്ചോറിലുമാണ് എന്ത് കാണുന്നത്? കൂടുതലായിട്ടും മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്. എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് കരള്, തലച്ചോറ്, പേശി, അവിടെയുള്ള കോശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓർത്തിരിക്കണേ. കാരണം നമ്മുടെ തലച്ചോറിനും പേശിക്കൊക്കെ എന്ത് വേണം? കൂടുതൽ ഊർജ്ജം വേണ്ടേ? നമ്മൾ പഠിക്കണമെങ്കിൽ തലച്ചോറിന് നല്ല ഊർജ്ജം വേണം. പേശികൾക്ക് എന്ത് വേണം? പേശികൾക്ക് നടക്കണമെങ്കിലൊക്കെ ഊർജ്ജം വേണം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കാണുന്നത്. പിന്നെ അടുത്തതാണ് ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടില്ലെങ്കിലും ചോദിക്കാട്ടോ കമന്റ് ബോക്സിൽ. നമ്മളെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാം. വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാമിലൊക്കെ ചോദിക്കാം. സെറ്റ് ആണല്ലോ. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? സിമ്പിൾ ആണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ചിത്രത്തില് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഏതാ അറിയോ? ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ നീണ്ടു വരുന്ന ഇങ്ങനെ ഓരോന്ന് നിക്കണ്. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഒരു വൈ തടസ്സം പോലെ ഇങ്ങനെ നിൽക്കണുണ്ടില്ലേ? എല്ലായിടത്തും ഇങ്ങനെ വരിവരിക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് കേട്ടോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഒരു വൈ ഒക്കെ അല്ലേ? നമ്മള് മറ്റേ നമ്മള് എലിക്ക് കൂട് കാണിച്ചു കൊടുക്കൂ. പാമ്പും കോണിയല്ല, മറ്റേ പാമ്പിന് വൈ കാണിച്ചു കൊടുക്കാനും മുയലിന് വൈ കാണിച്ചു കൊടുക്കാനും ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയി അവിടേക്ക് കണ്ടെത്തും. ഒരു മോഡൽ ഉണ്ടല്ലേ? അപ്പൊ എന്താണ്? ഇതിലൂടെ ഇങ്ങനെ പോയി തട്ടാതെ ഇങ്ങനെ പോകും. നമ്മള് ബോൾ ഇങ്ങനെ ചേരിച്ച് പിടിച്ചിട്ട്. അപ്പൊ ഇതെന്താണ്? ഒരു സഞ്ചാരപാതയല്ലേ? സഞ്ചാരപാത പോലെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഓർത്തിരുന്നൂടെ? എന്താ സിമ്പിൾ അല്ലേ? വാവ്. ഓക്കെ, എന്താണ്? കോശത്തിനുള്ളിലെ സഞ്ചാരപാത. കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം. കാരണം പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണല്ലോ. അപ്പൊ അതിനൊരു സഞ്ചാരപാത
ഇല്ലാതെ വേണമല്ലോ. അപ്പൊ ആരാണ് നമ്മളെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്ത് കോശത്തിനുള്ളിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം ഒക്കെ നടത്തുന്നത്. തെറ്റ്. അപ്പൊ ഈ കോശത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ കണ്ടിട്ട് ഒരു എല്ലൊക്കെ പോലെ അല്ലേ ഇല്ലേ? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കി നമ്മൾ അസ്ഥിയൊക്കെ പോലെ അങ്ങ് നിൽക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ആരാണ്? ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇത് അസ്ഥി പോലെ കാണുന്നുണ്ടല്ലോ, നമ്മളെ വാരിയലൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ 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 നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വിളിക്കാം? നമുക്ക് ഇതിനെ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നു. എന്താണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് എന്ന് വിളിക്കും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കുലം എന്താണ്? റെറ്റിക്കുലം. അപ്പൊ റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കണേ. ഇനി അടുത്തതാണ് റൈബോസോം. എന്താണ് റൈബോസോം? എന്താണ് റൈബോസോം? എന്താണ് റൈബോസോം? റൈബോസോം നമ്മൾ പറഞ്ഞല്ലോ, ആ റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടല്ലോ, അതിന് തൊട്ടൊക്കെ അടുത്ത് കാണപ്പെടുന്നതാണ്. ഈ ചെറിയ ചെറിയ പുള്ളിക്കുത്തുകൾ കാണുന്നുണ്ടല്ലോ, ഈ ചെറിയ ചെറിയ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് മുത്ത് പോലെ കാണപ്പെടുന്നില്ലേ കുറച്ച് ഭാഗങ്ങളിൽ? ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് കാണപ്പെടുന്ന മുത്ത് പോലെയുള്ള ഒരു പുള്ളിക്കുത്താണ് എന്ത്? നമ്മളെ റൈബോസോം. അപ്പൊ ഈ റൈബോസം എന്താണ്? റൈബോസം എന്ന് പറഞ്ഞാല് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് എന്ത്? റൈബോസം എന്നാണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. ഈ കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണെന്ന് ഓർത്തൊക്കെ. എങ്ങനെ? ഇതിനെ കാണുമ്പോ തന്നെ, ഈ ഒരു ചിത്രം കാണുമ്പോ തന്നെ ഒരു മാംസക്കട്ട വെച്ച പോലെ ഉണ്ടല്ലേ? ഒരു മാംസക്കട്ട വെച്ച പോലെ ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രം. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നേ, നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് പഠിച്ചാല് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. പിന്നെന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോടോ അല്ലെങ്കിൽ എന്താണ് കോശദ്രവ്യത്തിലോ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നതാണ് ആര്? റൈബോസം. അപ്പൊ റൈബോസം കിട്ടിയല്ലോ. റൈബോസം എന്ന് കാണുമ്പോ തന്നെ എന്താ ഓർക്കുക? ഈ ചിത്രങ്ങൾ നമ്മൾ മനസ്സിലേക്ക് നമ്മൾ കയറ്റാൻ നോക്കുക, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ റൈബോസം എന്ന് പറഞ്ഞത് എന്താണ്? ഒരു മാംസ നിർമ്മാണ കേന്ദ്രമാണ്, കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ്. സെറ്റ്. ഇനി അടുത്തേക്ക് പോയാലോ? ഓക്കെ, അടുത്തതാണ് ഫേനം. ആരാണ് ഫേനം? എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്താണ് ടോണോപ്ലാസ്റ്റ്? എന്താണ് ടോണോപ്ലാസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഫേനം? ഫേനം സിമ്പിൾ ആണ്. നമ്മൾ ആ കോശത്തിനുള്ളിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വാക്യൂള് ഫേനം എന്നൊക്കെ പറഞ്ഞില്ലേ? അതായത് ഒരു വെള്ളം ചിന്തിയിട്ടുള്ള അല്ല, ഇത് വെള്ളം ചിന്തിയ പോലെയല്ല എനിക്ക് തോന്നുന്നേ. ഇത് വെള്ളം ചിന്തിയ പോലെയല്ല തോന്നുന്നേ. അപ്പൊ ഇതാണ് എന്ത്? ഫേനം. ഈ വെള്ളം ചിന്തിയിട്ടുള്ള ഒരു കുളമൊക്കെ പോലെ തോന്നുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതാണ് എന്ത്? ഫേനം. അപ്പൊ ഫേനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പഠിച്ചാലോ? അപ്പൊ ഫാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫാൻ എന്ന് പറഞ്ഞാല് വാക്യൂൾ ആണ് ഫാനം. ഓക്കെ, ഫാനത്തിന്റെ ഇംഗ്ലീഷ് ആണ് വാക്യൂള്. പിന്നെ എന്താണ് ഈ ഫാൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു ടോണോപ്ലാസ്റ്റ്. ഇതാണ് കേട്ടോ ഫാനം. ഈ ടോണോപ്ലാസ്റ്റി എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശഭാഗമാണ് ഇത് വാക്യൂള് അല്ലെങ്കിൽ ഫാനം. അപ്പൊ എന്താണ് ഫാനം? ഇതിപ്പോ ഫാനം ആണെങ്കിൽ എന്താണ്? ഈ ഫാനത്തിന്റെ പുറംഭാഗം ഉണ്ടല്ലോ, ഈ ഫാനത്തിന്റെ പുറംഭാഗം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താല് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് ഫാനം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സെറ്റാണ്. അപ്പൊ ഇതെന്താണ്? ജലം, വെള്ളം വീണ പോലല്ലേ തോന്നുന്നേ? അപ്പൊ നമുക്ക് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? ജലം, ലവണങ്ങള്, വിസർജ്യ വസ്തുക്കള് എന്നിവയൊക്കെ സംഭരിച്ചു വെക്കുന്നത് ആരാണ്? ഫാനമാണ്. ഓർത്തിരിക്കാലോ. ജലം, ലവണങ്ങള്, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ആരാണ്? ഫാനമാണ്, വാക്യൂൾസ് ആണ്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മളെ ഗോൾഗേറ്റിലേക്ക് പോവാണ്. എന്താ ഗോൾഗേറ്റ്? ഞാനൊക്കെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഓർത്തിരിച്ചിട്ടുള്ള ഗോൾഗേറ്റ്. നമ്മൾ എന്ത് പറയും? പേസ്റ്റ് എന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ ആവുമല്ലേ പറയുന്നത്? എന്താ നിങ്ങൾ പറയാ? പേസ്റ്റ്, ഗോൾഗേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, സെറ്റ്. മനസ്സിലായല്ലോ. അപ്പൊ എന്താ ഈ ഗോൾജി കോംപ്ലക്സ്? ഗോൾജി കോംപ്ലക്സിന് ഞാനൊരു ഓമനപ്പേരിട്ടതാണ് ഗോൾഗേറ്റ്, ജസ്റ്റ് അറിയാൻ വേണ്ടി. അപ്പൊ ഗോൾജി കോംപ്ലക്സ് എന്ന് പറഞ്ഞത് ഇതാ, ഞാൻ നമുക്ക് ചിത്രത്തിൽ കാണിച്ചു തരാലോ. നമ്മളെ കോശത്തിൽ ഇതാ ഗോൾജി കോംപ്ലക്സ് ഉണ്ട്. ഗോൾജി കോംപ്ലക്സ് ഇതാണ്. ഈ വലിയൊരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് എന്ത്? ഗോൾജി കോംപ്ലക്സ്. കുറെ മടക്ക് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ഇതാണ് എന്ത്? ഗോൾജി കോംപ്ലക്സ്. അതെന്താണ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ? അതാണ് രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മസ്തരം. എന്തൊക്കെയാണ്? രാസാഗ്നികൾ ഉണ്ടല്ലോ, രാസാഗ്നികള്, പിന്നെ അതേപോലെ ഹോർമോണുകള്, ഗ്ലാൻസും കാര്യങ്ങളൊക്കെ, പിന്നെ എന്താണ്? ശ്ലേഷ്മസ്തരം. ഇതൊക്കെ ഇത്തരം തുടങ്ങിയിട്ടുള്ള കോശസ്രവങ്ങളെ, അതായത് കോശം പുറപ്പെടുവിക്കുന്ന ദ്രവങ്ങളാണ് കോശസ്രവങ്ങള്. അതാണ് രാസാഗ്നികള്, ഹോർമോണുകള്,
ശ്ലേഷ്മസ്തരം ഇത്തരം തുടങ്ങിയിട്ടുള്ള കോശസ്രവങ്ങളെ സ്തര സഞ്ചികളിലാക്കി വെക്കുന്നത് ആരാണ്? നമ്മളെ ഗോൾജി കോംപ്ലക്സ്. ഇത് കണ്ടില്ലേ, ഒരു സഞ്ചിയൊക്കെ മടക്കി വെച്ച പോലെ ഇല്ലേ? ഇല്ലേ, ഒരു ബാഗൊക്കെ മടക്കി വെച്ച് തൂക്കിട്ട പോലെ ഉണ്ടല്ലേ ഈ ഗോൾജി കോംപ്ലക്സ് കാണാന്. അപ്പം ഇതെന്താണ്? രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മസ്തരങ്ങളൊക്കെ സംഭരിച്ച് ചെറു സ്തരങ്ങളിലാക്കിയിട്ട് ആ ചെറു സ്തര സഞ്ചി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചെറു സ്തര സഞ്ചി. ഈ ഒരു സൗണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരണം എക്സാമ്പിൾ. ചെറു സ്തര സഞ്ചി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ആക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? രാസായനികളും ഹോർമോണുകളും. എന്തുകൊണ്ടാണ് ഞാൻ ഗോൾഗേറ്റ് പറഞ്ഞത്? നമ്മൾ പേസ്റ്റ്, ഗോൾഗേറ്റ് ഒക്കെ എടുത്തിട്ട് പല്ല് തേക്കുമ്പോൾ ഒന്ന് ഓർമ്മ വരും. നമുക്ക് ഇങ്ങനെ എന്തോ ഒരു രസമുള്ളൊക്കെ, അതായത് ഓരോ രാസാഗ്നികളൊക്കെ പോലെ ഒരു എരും എന്തൊക്കെയോ ഒരു ഗ്യാസും എന്തൊക്കെയോ തോന്നാറുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് രാസാഗ്നികളായിട്ട് കണക്ട് ചെയ്യാലോ. ഗോൾജി കോംപ്ലക്സ്, ഗോൾഗേറ്റ് ഓർത്തിരിക്കുക. അപ്പൊ രാസാഗ്നികള്, ഹോർമോണുകള്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മസ്തരം ഇതൊക്കെ ചെറു സ്തര സഞ്ചികളിലാക്കി വെക്കുന്നത് ആരാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അതേപോലെ ഗ്രന്ഥി കോശങ്ങൾ, കാരണം ഗ്രന്ഥി കോശങ്ങളാണ് രാസാഗ്നികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ ഗോൾജി കോംപ്ലക്സ് കാണപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും ഭാഗം സെറ്റ് ആണല്ലോ. അടുത്ത് നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഓരോ ഭാഗം എടുത്തിട്ട് ഇതിന്റെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. ഈ ബോക്സ് അത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? വളർച്ചയുടെ പടവുകൾ. ഈ ഒരു ഹെഡിങ് നോക്കൂ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മളെ കോശ വിജ്ഞാനത്തിന്റെ വളർച്ചയും കാര്യങ്ങളും. ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അതായത് ജസ്റ്റ് പറയാണ്. അതായത് മൈക്രോസ്കോപ്പ് വന്നതിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കോശ വിജ്ഞാനത്തിന്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ്. അതായത് പണ്ടൊക്കെ വലിയ മൈക്രോസ്കോപ്പാണ്, ഒരു റൂം നിറച്ച് മൈക്രോസ്കോപ്പാ. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ പറഞ്ഞ വലിയ, കണ്ടോ, ഇത്രയും വലിയ മൈക്രോസ്കോപ്പ് ആയിരുന്നു. പിന്നെയാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്? പിന്നെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കോശ വിജ്ഞാനത്തിന്റെ വളർച്ച എന്താണ്? മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഫലമാണെന്ന് പറയാം. ഓക്കെ, സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും? 2000 മടങ്ങ് മാത്രമേ വലുതാകാൻ. സാധാരണ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ ഒരു കോമൺ മൈക്രോസ്കോപ്പോ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കുറച്ചൊക്കെ ഒന്ന് വലുതാക്കി കാണാൻ പറ്റും. പക്ഷെ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോൺ, നമ്മൾ എന്താണ് അവിടെ സൂര്യനെ ഉപയോഗിച്ചിട്ടല്ലേ നമ്മള് ഫസ്റ്റത്തെ മൈക്രോസ്കോപ്പ് ഒക്കെ പറഞ്ഞെന്താ? സൂര്യേട്ടൻ വരുന്നു, പിന്നെ കണ്ടൻസർ മിററിൽ എത്തുന്നു, കണ്ടൻസറിലേക്ക് പോകുന്നു, സ്റ്റേജിലേക്ക് എത്തുന്നു, നമ്മൾ കാണുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞേ. അപ്പൊ അവിടെ പ്രകാശ സ്രോതസ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യാ? ഇലക്ട്രോൺസിന് ഉപയോഗിക്കുക. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോൺസുകൾ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. അത് വന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനേകം വലിപ്പത്തില്, അനേക ലക്ഷം മടങ്ങ് വലിപ്പത്തില് നമുക്ക് ഓരോ കോശങ്ങളെയും കാണാൻ പറ്റി. ഇതെന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായിട്ടുള്ള കോശാംഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പൊ കോശാംഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിയത് എപ്പോഴാ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വന്നതിലൂടെയാണ്. ജസ്റ്റ് ഓർത്തിരിക്കുക. സെറ്റ് ആണല്ലോ. അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സെറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് മർമ്മം. എന്താണ് മർമ്മം? നമ്മൾ ഓരോ കോശഭാഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മളെ മർമ്മത്തെ കുറിച്ച് പറഞ്ഞില്ല. കാരണം മർമ്മം വേറെ തന്നെ ഒരു ഭാഗമാണ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് എന്ത്? മർമ്മം. ആ മർമ്മത്തിന് നമ്മൾ അത് പുറത്തേക്ക് എടുത്തപ്പം ഇത്രയും വലിയൊരു സാധനമാണ് കേട്ടോ. അപ്പൊ മർമ്മം എങ്ങനെ ആയിരുന്നു? നമ്മളെ കോശത്തിനുള്ളിൽ ഒരു സെന്ററിൽ ഇങ്ങനെ അല്ല ഒരു ഭാഗത്ത് നിന്ന് മർമ്മം ഉണ്ടായിരുന്നു. ആ മർമ്മത്തിന് പുറത്തേക്ക് എടുത്തതാണ് ഇത്. പുറത്തേക്ക് എടുത്തിട്ട് നോക്കുമ്പോ എന്താണെന്നുണ്ട്? ആ മർമ്മത്തിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് മർമ്മം? മർമ്മം എന്താന്ന് പറയാം. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ്. നമ്മൾ സെല്ല് എടുക്കുകയാണെങ്കിൽ അതിന്റെ നിയന്ത്രിക്കാൻ ഒരാൾ വേണമല്ലോ. നമ്മളെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ വീട്ടില് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. അതേപോലെ കോശത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? മർമ്മം. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ, അതായത് അത്രക്ക് പ്രവർത്തനങ്ങളുണ്ട് കോശത്തിനുള്ളിൽ. അത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മളെ മർമ്മമാണ്. മനസ്സിലായല്ലോ. അപ്പൊ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. അപ്പൊ എന്താണ്?
നമ്മൾ ഓരോന്ന് നിയന്ത്രിക്കണമെങ്കിലും വെറുതെ ന്യൂക്ലിയസും കാര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. എന്താണ് അവിടെ വേണ്ടത്? അവിടെ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാംസ്യ തന്മാത്രകൾക്ക് എന്തുണ്ട്? പങ്കുണ്ട്. മാംസ്യ തന്മാത്രകൾ വേണം. എന്ത് വേണം? മാംസ്യ തന്മാത്രകൾ വേണം. അപ്പൊ ഈ മാംസ്യ തന്മാത്രകളാണ് എവിടെ നിർമ്മിക്കുന്നത്? നമ്മളെ ഇതില്, അതായത് ഇവയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. മനസ്സിലായോ? അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എവിടെയാണ്? നമ്മളെ കോശം, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ എന്തുണ്ട്? ക്രൊമാറ്റിൻ ജാലികയുണ്ട്. എന്തുണ്ട്? ഈ ന്യൂക്ലിയസിൽ കാണുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക. ഈ ക്രൊമാറ്റിൻ ജാലികയിൽ എന്തുണ്ട്? ജീനുകളുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ജീൻ ഉണ്ട്. ഈ ജീനാണ് എന്ത് ചെയ്യുന്നത്? ഈ മാംസ്യ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആരാണ് ശരിക്കും നിയന്ത്രിക്കുന്നത്? മർമ്മല്ലേ? അപ്പൊ എന്താണ്? മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം എവിടെ നടക്കുന്നത്? ഈ ന്യൂക്ലിയസ് കണ്ടല്ലോ, ഇതാണ് ന്യൂക്ലിയസ്. ഇതാണ് എന്റെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രൊമാറ്റിൻ ജാലിക ഉണ്ട്. ഈ ക്രൊമാറ്റിൻ ജാലികന്റെ ഉള്ളിൽ ആരുണ്ട്? ജീനുണ്ട്. ആ ജീനിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത്. അപ്പൊ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതൊക്കെ നടക്കുന്നത്. മനസ്സിലായല്ലോ? ജീനുകളുടെ നിയന്ത്രണത്തിലാണ് നടത്തുന്നത്. എന്താണ്? ജീനുകളുടെ നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ എന്താണ്? ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിനാണ്. അതിനാൽ മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ നിയന്ത്രിക്കുന്ന ആളാണ് ആര്? ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? സെറ്റ് ആണ്. ഓക്കെ. അപ്പൊ മാംസ്യ നിർമ്മാണം ഇവിടെ നടക്കുന്നത് റൈബോസോമിലാണ്. അത് നിർമ്മിക്കുന്നതും ശേഖരിച്ചു വെക്കുന്നതും. പക്ഷെ അതിന്റെ നിയന്ത്രണമൊക്കെ നടത്തുന്നത് ഈ കോശത്തിലെ മർമ്മ ഭാഗത്താണ്. ഓർത്തിരിക്കല്ലോ? അപ്പൊ കോശത്തിനുള്ളില് ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലിക ഇമ്പോർട്ടന്റ്. ക്രൊമാറ്റിൻ ജാലിക കേൾക്കാത്തവര് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം പഠിക്കുമ്പോൾ കിട്ടും. പിന്നെ ആ ക്രൊമാറ്റിൻ ജാലിക